ഒരു പൈസ വസൂൽ എന്റർടൈനർ ആണ് പടം. വിജയ് ദേവരക്കൊണ്ടേരെ കോണ്ടാക്ട് എന്നാണ് പറയാം. പെർഫോമൻസ് കിടിലം. ചില ഹൈ മൂമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അനിരുദ്ധ് തകർത്തിട്ടുണ്ട്. മലയാളികൾ ക്യാമറമാൻ ജോമോണ്ടി ജോൺ, നമ്മുടെ വെങ്കടേഷ് കിടിലം ഒന്നും പറയാനില്ല. പുള്ളി പെർഫെക്റ്റ് വില്ലൻ. ആ ഹീറോയ്ക്ക് പറ്റിയ വില്ലൻ. തിയേറ്റർ എക്സ്പീരിയൻസ് ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആവറേജ്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇത് പടം എങ്ങനെയുണ്ടായിരുന്നു? വിജയ് ദേവരക്കൊണ്ട അടിപൊളിയായിരുന്നു. നല്ല സിനിമ. പടം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് നമ്മളെ വെങ്കിട്ടാണ്. ഉള്ളു ഞെട്ടിച്ചാണ്. വേറെ ലെവല വില്ലനാ പക്ക ലാസ്റ്റ് ക്രൂവല്ലേ അടിപൊളി. മെയിനായിട്ട് ഞാൻ വന്നത് തന്നെ അടിപൊളിയാണ്. മുമ്പത്തിനെ കാട്ടിയൊക്കെ കൊള്ളാം. സ്റ്റോറി വൈസ് എങ്ങനെയുണ്ട്? ഡ്രാമയാണോ അതോ ഡ്രാമയാണോ? ഇതില് ചേട്ടൻ അനിയൻ ആ ഒരു റിലേഷൻഷിപ്പിന്റെ വരുന്നുണ്ട്. അതെല്ലാം ബേസ് ചെയ്ത് വരുന്നുണ്ട്. ആക്ഷൻ എല്ലാം ഉണ്ട്. നല്ല പക്കായിട്ട് നമ്മൾ എടുത്തു വീട്ടിലിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയാണ്. എടുത്തു പറയണത് പുള്ളി തന്നെയാണ് എടുത്തു പറഞ്ഞത്. നല്ല പടം. വെങ്കടേഷ് എങ്ങനെയുണ്ട്? വെങ്കടേഷ് തകർത്ത് ഒരു കരിയർ ബെസ്റ്റ് മൂവി തന്നെ പറയാം. ഈ ടൈഗറും ഫാമിലി സ്റ്റാറും അതുപോലെ പക്ഷേ കൊള്ളാം. മലയാളി മറ്റേ വെങ്കടേഷ് എങ്ങനെയുണ്ട്? വെങ്കടേഷ് കിട്ടില്ല. ഒരു ഷീക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പക്ക കാസ്റ്റിംഗ്, BGM പ്ലേസ്മെന്റും എഡിറ്റിങ്ങും ആ ഒരു മേക്കിങ്ങും എല്ലാം പോയി. ഡ്രാമയാണോ? ഒരു ചെറിയ ചില സ്ഥലത്ത് ഈ പാസം പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി പറഞ്ഞ സ്പോയിലർ ആയി പോകും. പൊതുവെ ഉള്ളതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇപ്രാവശ്യം തന്നത്. നല്ലൊരു ഡെലിവറി ആയിരുന്നു. മ്യൂസിക്കിനെ പറയേണ്ട ആവശ്യമില്ല. നല്ലതായിരുന്നു. വെങ്കടേഷും കൊള്ളായിരുന്നു. പോലെയാണ് പോയിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, മ്യൂസിക് കുഴപ്പമില്ല, ആക്ടിങ് ഒക്കെ ഓക്കെ. പക്ഷെ റിട്രോ ആണ് സംഭവം. സെയിം കഥ നമ്മൾ കണ്ട കുറേ കഥയുണ്ട്. കണ്ടോണ്ടിരിക്കാൻ പിന്നെ ലാഗ് ഉണ്ട് ചെറിയ. ക്ലൈമാക്സ് ഓക്കെ. പെർഫോമൻസ് വെങ്കടേഷ് അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് വിലവേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ വിജയ് ദേവരക്കൊണ്ട ആസ് യൂഷ്വൽ കുഴപ്പമില്ല. പിന്നെ മ്യൂസിക്. ഡ്രാമയാണോ? റിട്രോ ഇല്ലേ? റിട്രോ ആണ് സംഭവം. ഇതാണ് കഥ. റിട്രോ 2 പോലെ ഇറക്കി വെച്ചിരിക്കുന്നവരുണ്ട്. ഏറെക്കുറെ അതേപോലെ ഒരു പടം ചെയ്തേക്കുന്നത്. പിന്നെന്താ ബീജു ഒക്കെ ഉള്ള അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഒരു മൊത്തത്തിൽ എന്ത് തോന്നുന്നു? പാൻ-ഇന്ത്യൻ സിനിമകളുടെ സ്കെയിലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, അടിപൊളി എന്ന് പറയാനൊന്നും അങ്ങനെയില്ല. ലാഗാണോ? സ്റ്റോറി വരുന്ന ലാഗാണോ പ്രശ്നം? റൈറ്റിംഗ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സ്ക്രീനിൽ വരുന്ന എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ്. പുള്ളിക്ക് മാത്രമല്ല വെങ്കടേഷ് അടിപൊളിയാണ്. പുള്ളി ഇപ്പൊ ഈ സൗത്ത് ഇന്ത്യൻ സിനിമകളില് പുള്ളിയുടെ വരവ് അറിയിച്ചിട്ടുണ്ട്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, സ്ക്രീൻ ടൈമും ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ട്? ആവറേജ് ആണ്. വില്ലൻ റോൾ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമയിൽ പ്രത്യേകിച്ചൊരു വലിയൊരു എലിവേഷൻ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ടായിരുന്നു? മാസ് മൂമെന്റ്സ് ഇല്ല. ഒരു പ്രത്യേകിച്ച് ട്വിസ്റ്റ് ഔട്ടാണോ അങ്ങനെയുള്ള ഒന്നുമില്ല. പിന്നെ നമ്മുടെ മലയാളി വെങ്കടേഷ് നല്ല അഭിനയമായിട്ട് തോന്നി. അത്രേ ഉള്ളൂ.
കാളികഥ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ എനിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിലും ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നു. പുള്ളി ഭംഗിയായിട്ട് പുള്ളി എനിക്കത് മലയാളത്തിൽ സ്റ്റാൻഡപ്പിൽ കുറച്ചൊരു നെഗറ്റീവ് വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് നെഗറ്റീവാണ് ഈ നമ്മുടെ ചോക്ലേറ്റ് വേഷത്തിനെ കാട്ടി വളരെ നല്ലതെന്ന് തോന്നുന്നു. പുള്ളി വില്ലൻ വേഷങ്ങൾ വളരെയധികം തിളങ്ങുന്നുണ്ട്. പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിജയ് ആസ് യൂഷ്വൽ പുള്ളിയുടെ വലിയ ഫാനാണ്. പുള്ളി നന്നായിട്ട് ചെയ്യുന്നു വിജയ്. പിന്നെ നമ്മുടെ ക്യാമറ അനിജിന്റെ മ്യൂസിക് അത്രത്തോളം ഏറ്റില്ല എന്ന് പറയാം. ഇതിൽ പാട്ടിന് അത്രത്തോളം വലിയ പ്രാധാന്യമുള്ള സിനിമയല്ല. പിന്നെ നമ്മുടെ സിനിമോട്ടോഗ്രാഫി നമ്മുടെ 2 മലയാളികൾ ഗിരീഷും ജോമോനും അത്ര ഭംഗിയായിട്ട് ചെയ്യും. രണ്ടുപേരും നല്ല ബ്രില്യൻ്റായിട്ടുള്ള ക്യാമറമാനാണ് സിനിമോട്ടോഗ്രാഫേഴ്സ്. അവർ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാം. നല്ല മൂവി. നമുക്ക് കുഴപ്പമില്ല. അതിനെ എടുത്തു പോകുന്ന ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ലാത്ത നല്ലൊരു മാസ് മൂവ്മെന്റ് സെലിബ്രേഷൻ അങ്ങനത്തെ പരിപാടിയല്ല, ഡ്രാമയാണോ? ഡ്രാമയാണ്. കാരണം ഇതിൽ അധികവും ഈ ഒരു ഡ്രാമ രീതിയിൽ കുറേ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഈ ആക്ഷൻസ് ഒന്നും ലാസ്റ്റും മാത്രമേ ആ ആക്ഷൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. പിന്നെ വിജയുടെ പെർഫോമൻസും ബെങ്കിയുടെ പെർഫോമൻസും പിന്നെ കൂടെയുള്ള ബാക്കി ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും എല്ലാം കൊണ്ട് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല മൂവിയാണ്, കുഴപ്പമില്ല. നമുക്ക് ഭയങ്കരമായിട്ട് എടുത്ത് മുകളിൽ വെക്കാൻ പറ്റിയ സിനിമയൊന്നുമല്ല. ചിലപ്പോൾ ഇത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവുമെന്ന് പറയാനും പറ്റില്ല. പക്ഷെ കാണാം, നല്ല തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവി. വിജയ് ദേവഗൗഡയുടെ വൺ തിരിച്ചറിവ്, രാജകീയമായ തിരിച്ചറിവ് പറയുന്നത് രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് റേഞ്ച് ശരിക്കും അറിയാമോ. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴത്തേക്ക് ഡൗൺ ആയിട്ട് പോകുന്ന ഒരു സീനിൽ അനിരുദ്ധ കൊണ്ടുവരും കത്തിക്കും. അവിടെ വെച്ച് പടം കയറിയും കൊടുക്കും. അത് ഒരു ആവറേജ് ലെവൽ സെക്കൻഡ് ഹാഫ് വന്ന പടത്തിന് അനിരുദ്ധിന്റെ മ്യൂസിക് കൊണ്ട് പിടിച്ചു നിർത്തിയെന്ന് പറയാം. മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് വെച്ചാൽ നമ്മളെ വെങ്കി ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവലാക്കി നായകരുടെ സ്കോർ ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമില്ല. അന്യഭാഷ പടത്തിൽ പോയി ആ റേഞ്ചിൽ ചെയ്തിട്ടുണ്ട്. പുതിയ സ്ക്രീൻ പ്രസൻസ് പടം തിയേറ്റർ വാച്ചിന് പറ്റിയ പടമാണ്. മാസ് മൂവ്മെന്റ്സ് എങ്ങനെയുണ്ടോ? മാസ് മൂവ്മെന്റ്സ് നമുക്ക് ഒരു ഹൈ ലെവലിൽ കിട്ടുന്നുണ്ട്. കാരണം ദേവരകൊണ്ടയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. കാരണം ഇതുവരെ ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് വേറെ ലെവൽ. കാരണം എല്ലാം കറക്റ്റ് ആയിട്ടൊരു ലിമിറ്റ് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട്. എല്ലാം നമുക്കൊരു മാസ് മൂവ്മെന്റ് അനിരുദ്ധാണ്. അനിരുദ്ധ ഇരിക്കുമ്പോൾ ഒന്നും നോക്കാനില്ല, ആ റേഞ്ചിൽ ചെയ്തിട്ടുണ്ട്. കാരണം എവിടെ എങ്ങനെ അത് കൊടുക്കണമെന്ന് അനിരുദ്ധിനെ അറിയാം. അത് ഈ പടത്തിലുണ്ട്. വെങ്കി എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി കൊള്ളാം. പുള്ളി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പുള്ളിക്ക് ചാൻസ് കിട്ടാത്തതുകൊണ്ട് പുള്ളി അവിടെ പോയി കഴിവ് തെളിയിച്ചു. ഗ്രാഫിക്സ് ഒക്കെ ആയിട്ട് പുള്ളിക്ക് നല്ല രണ്ട് റോളുണ്ട്. ഒരു ഹീറോ മെറ്റീരിയൽ ഉണ്ട് പുള്ളിയുടെ. ചുമ്മാ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോണിലേക്ക് കൊണ്ടുവരുന്ന ഞങ്ങൾ നല്ലൊരു അവസരം കൊടുക്കുന്നതാണ് എടുക്കുന്നത്. ഉള്ള സിനിമയും കൊള്ളാം, കുറ്റം പറയാനൊന്നുമില്ല. 2 മണിക്കൂർ താമസിച്ച് പെട്ടെന്ന് തീർന്നു. ലാഗൊന്നും അടിച്ചില്ല, നല്ല രീതിയിൽ ക്ലൈമാക്സ് കുറച്ചൊരു 10 മിനിറ്റ് കുറച്ച് റെട്രോ ഫീലൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. ഇത് സെയിം റെട്രോയുടെ ലൈനാണ്. റെട്രോ എങ്ങനെ അത് സെയിം ആണ്, പക്ഷേ ഇത് കുറച്ച് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റതിലെ പോലെ ചുമ്മാ വലിച്ചു വാരിയിട്ടിട്ടില്ല, ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെയിം റെട്രോ അല്ല, പക്ഷേ ഈ പടം കുറച്ചുകൂടെ കൊള്ളാം, നന്നായിട്ടുണ്ട്.